next approach is the humanistic approach of personality. Apart from the psychosocial and psychoanalytic development approach, there is another approach was formulated, that is humanistic approach give importance to the human aspect of personality, human aspects. They actually they give importance to the human needs and wants. The major or the dominant researchers of this school or this approach was Carl Rogers and Abraham Maslow. We have already studied the theory of Abraham Maslow, that is the hierarchy of needs, then biological needs, safety needs, social needs, or love and belongingness needs, esteem needs, and self-actualization, etc. But it is also the fulfillment of such needs are create certain personality, or that help to create the personality among individuals, because the need satisfaction creates certain behavior pattern among individuals. But in psychoanalytic and psychosocial theories never give such type of importance for human needs and wants. But humanistic approach always give importance to the human needs. Then for the part of the fulfillment of such needs, individual's personality or behavior patterns developed. Yes. Then humanistic theories emphasize the importance of people's subjective attitudes, feelings, and beliefs, especially with regard to the self. യെസ്, റോജറിൻ്റെ തിയറിയൊക്കെ കൂടുതലും കുറച്ചുകൂടി സെൽഫ് ഓറിയൻറ്റഡ് ആണ്, കുറച്ചുകൂടി സെൽഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കാൾ റോജേഴ്സ് തിയറി ഫോക്കസസ് ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ പേഴ്സൺസ് ഐഡിയൽ സെൽഫ് ആൻഡ് പെർസീവ്ഡ് റിയൽ സെൽഫ്, ആൻഡ് Maslow focuses on the self-actualization, significance of self-actualization, etc. Yes, നമ്മൾ മാസ്ലോയുടെ തിയറി ഓൾറെഡി കണ്ടതാണ്. At the time of the discussion of motivation, we have already discussed the theory of Maslow. But in the case of Roger, he described there are two types of selves are there. One is ideal self and another one is personal self. That means ideal self, what ought to be, what I am ought to be, ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാകണമായിരുന്നു എന്നുള്ളതാണ് ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ്, ദറ്റ് ഈസ് ദ ആക്ച്വൽ കണ്ടീഷൻ, ആക്ച്വൽ സെൽഫ്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എങ്ങനെയാകാനായിട്ടാണ് ആഗ്രഹിച്ചത്, ആ ഒരു സെൽഫും ഞാൻ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നുള്ള ആ സെൽഫും, ഈ രണ്ട് സെൽഫ് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിയാണ് റോജേഴ്സ് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത്. ഇഫ് ദ ഡിസ്ക്രിപ്പൻസി ഈസ് കമ്പാരിറ്റീവ്ലി ലോ, ദ പേഴ്സൺ ഈസ് വെൽ ഫങ്ഷനിങ് വൺ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ വെല്ലായിരിക്കും, ആ വ്യക്തിക്ക് വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് ദ ഡിസ്ക്രിപ്പൻസി ഈസ് ഹൈ, കോൺഫ്ലിക്ട്സ്, ആങ്സൈറ്റി എക്സെട്ര ആർ ദ റിസൾട്ട് ഓഫ് സച്ച് ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്പൻസി. കൂടിക്കഴിഞ്ഞാൽ ആങ്സൈറ്റിയും അതുപോലെ കോൺഫ്ലിക്ട്സും ഇന്നർ കോൺഫ്ലിക്ട്സും എല്ലാം ഭയങ്കരമായിട്ട് കൂടി വരും. ഇതാണ് ഈ റോജറുടെ തിയറി ഫോക്കസ് ചെയ്യുന്നത്. But then Roger's person-centered approach emphasized that each of us interpret the same set of stimuli differently. So there are many different real worlds as there are people on this planet. നമ്മുടെ റോജറുടെ ഒരു പ്രത്യേകത, റോജർ പറയുന്നത് ഓരോ ആളുകളിലും ഓരോ റിയൽ സെൽഫുണ്ട്, അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യും, ഓരോ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ആളുകളിലും അത് ഡിഫറൻ്റ് ആയിരിക്കും. ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഓരോ ആളുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത്. യെസ്, റോജേഴ്സ് യൂസ്ഡ് ദ സെൽഫ് ആക്ച്വലൈസേഷൻ ടു ക്യാപ്ചർ
the nature underlying the tendency of humans to move forward and fulfill their true potential. ഇപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ടേം മാസ്ലോ മാത്രമല്ല, കാൾ റോജർ യൂസ് ചെയ്യുന്നുണ്ട്. കാൾ റോജർ യൂസ് ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹം കാണുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് ദ നേച്ചർ ഓഫ് അണ്ടർലൈങ് ദ ടെൻഡൻസി ഓഫ് ഹ്യൂമൻ ടു മൂവ് ഫോർവേഡ്. ഇവരുടെ ഒരു പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ മുമ്പോട്ട് നയിക്കുന്ന മുമ്പോട്ട് നയിക്കുന്ന ഒരു മുമ്പോട്ട് നയിക്കുന്ന ഒരു ഘടകം, അതിനെയാണ് അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വിളിക്കുന്നത്. മുമ്പോട്ട് നയിക്കുന്ന ഒരു ഘടകത്തെ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വിളിക്കുന്നു. റോജർ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. മാസ്ലോയുടെ കോൺസെപ്റ്റിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് പീക്ക് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പീക്ക് എക്സ്പീരിയൻസിനെയാണ് റോജർ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, ഇവിടെ മാസ്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വിളിക്കുന്ന പീക്ക് എക്സ്പീരിയൻസിനെയാണെങ്കിൽ റോജർ വിളിക്കുന്നത് അതിനെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി പാർട്ടായിട്ടാണ്, മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. Then Rogers argued that people strive towards growth even in less favorable surroundings. എത്ര പ്രതികൂല സാഹചര്യങ്ങളായാലും എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും. അതെ, നമുക്കെല്ലാവരുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര പ്രതികൂലമാണെങ്കിലും നമ്മൾ വീണ്ടും ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. എന്തിനാ? ടു അച്ചീവ് എ ഗ്രോത്ത്. വി ആർ സ്ട്രൈവിങ് ഫോർ ഗ്രോത്ത്. വി ആർ സ്ട്രൈവിങ് ഹാർഡ് ടു അച്ചീവ് എ ഗ്രോത്ത്. അതിനു വേണ്ടിയിട്ട് നമ്മളെ എനർജറ്റൈസ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് കാൾ റോജേഴ്സ് വിളിക്കുന്നത്. തന്നെയാണ് കാൾ റോജേഴ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. Then Carl Rogers proposed that even young children need to be highly regarded by other people. അദ്ദേഹത്തിൻ്റെ അടുത്ത കോൺസെപ്റ്റാണ് അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്. അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ ഏറ്റവും മേജർ പാർട്ട് എന്ന് പറയുന്നത് ഈ അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ ഇഷ്ടംപോലെ അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ് ഇഷ്ടംപോലെ അവർക്ക് അച്ചീവ് ചെയ്യാറുണ്ട്, മുതിർന്നവർ കൊടുക്കാറുണ്ട്. Children also need positive self-regard to be esteemed by self as well as others. Rogers believed that everyone should be given unconditional positive regard, which is non-judgmental and genuine love without any strings attached. എല്ലാ ആളുകൾക്കും, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ട ഒന്നാണ് അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്. പ്രത്യേകിച്ച് ബന്ധങ്ങളില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ബൗണ്ടറീസ് ഇല്ലാതെ എല്ലാവർക്കും അളവറ്റ് കൊടുക്കേണ്ട ഒന്നാണ് അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്. അത് നോൺ ജഡ്ജ്മെൻ്റലായിരിക്കണം. വ്യക്തി എന്ത് ചെയ്താലും, വ്യക്തിയുടെ ഏത് പ്രവൃത്തികളാണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ റിഗാർഡ്സ് കൊടുക്കാൻ, പോസിറ്റീവ് റിഗാർഡ്സ് കൊടുക്കുവാനും ആ ആസ്പെക്റ്റിൽ അതിനെ കൺസിഡർ ചെയ്യാനുമുള്ള നമുക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ് ഓൾവേസ് ഹെൽപ്പ് ടു ഡെവലപ്പ് എ പേഴ്സണാലിറ്റി. ഇതിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾക്കനുസരിച്ച് പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെൻറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. വളരെ നന്നായിട്ട് ഈവൻ ഇൻ ദ അഡൾട്ട്ഹുഡ് ഓൾസോ എ പേഴ്സൺ ഗെറ്റ് മച്ച് മോർ പോസിറ്റീവ് അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്. what will unconditional positive regard, what will happen? The personality will develop in accordance with. In the same case, the person is not much appreciated, not much recognized, and if the person is not receive much unconditional positive regard, the personality also developed in that way. ഇതാണ് അദ്ദേഹത്തിൻ്റെ കാൾ റോജറുടെ തിയറിയിൽ പറയുന്നത്. മാസ്ലോയുടെ തിയറി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Then in figure 5.12, that is page number 170, behaviors, unconditioned positive regard, self-actualization. Then need for positive regard. The need for positive regard എന്നുള്ളതിന് രണ്ട് രീതിയിലാണ് പോകുന്നത്. അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ് ആൻഡ് കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ക്രിയേറ്റ് self-actualization and conditioned positive regard create anxiety and frustration. അപ്പോൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കണ്ടീഷണലായിരുന്നു മിക്കവാറും നമുക്കൊക്കെ കിട്ടുന്ന റിഗാർഡ്സ് എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്സാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ഹ്യൂമനിസ്റ്റിക് വ്യൂ ഓഫ് കാൾ റോജേഴ്സ്, പീപ്പിൾ ഹാവ് എ ബേസിക് നീഡ് ടു ബി ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. ഇഫ് യു ഹാവ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഫ്രം അതേഴ്സ്, യു വിൽ ഡെവലപ്പ് മോർ റിയലിസ്റ്റിക് സെൽഫ് കോൺസെപ്റ്റ്സ്. ബട്ട് if the response is conditional, it may lead to anxiety and frustration. എപ്പോഴും നമ്മളിത് കാണുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒന്നാണ്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് വ്യൂവിൽ എപ്പോഴും കാൾ റോജേഴ്സിൻ്റെ പറയുന്നത് നമ്മളെല്ലാവരും അൺകണ്ടീഷണലായിട്ട് പോസിറ്റീവ് റിഗാർഡ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളുടെ ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിനെ ബൂസ്റ്റപ്പ് ചെയ്യും. എല്ലാ ആളുകൾക്കും പരസ്പരം അംഗീകരിക്കപ്പെടണമെന്നും പരസ്പരം റെസ്പെക്റ്റ് കിട്ടണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ യു വിൽ ഡെവലപ്പ് മോർ റിയലിസ്റ്റിക് സെൽഫ് കോൺസെപ്റ്റ്. നമ്മൾക്ക് കിട്ടുന്ന അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കിട്ടിയാൽ നമുക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു സെൽഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മളുടെ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നതിലേക്കല്ല, പകരം റിയലിസ്റ്റിക് സെൽഫിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. റിയലിസ്റ്റിക് സെൽഫിനെ ഏറ്റവും പോസിബിളായിട്ടുള്ളൊരു റിയലിസ്റ്റിക് സെൽഫ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്പൻസി കൂടും, ആങ്സൈറ്റിയും ഫ്രസ്ട്രേഷനും മറ്റ് ഡിസ്കംഫോർട്ടും ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സും ഒക്കെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ആകാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്താത്തതിലുള്ള നിരാശ. അതേസമയം ആകാൻ ആഗ്രഹിച്ചോ, ബട്ട് ഇത്രയും ഞാൻ എത്തി, ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്ന ആസ്പെക്റ്റ്, അവിടെ റിയൽ സെൽഫിനെയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് അപ്രോച്ച്, മാസ്ലോയുടെ അപ്രോച്ച് നമ്മൾ കണ്ടതാണ്. ദ നെക്സ്റ്റ് പേഴ്സണാലിറ്റി അപ്രോച്ച് ഈസ് ദ ട്രേറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, ട്രേറ്റ് അപ്രോച്ചസ് ഓഫ് പേഴ്സണാലിറ്റി. ഇവിടെ ട്രേറ്റ് അപ്രോച്ചസിലാണ് ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ട്രേറ്റ് തിയറിയുടെ ബേസിലുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ കൊടുപ്പുണ്ട്. ഗോർഡൻ ആൾപോർട്ടിൻ്റെ personality is the dynamic organization within the individual of those psychophysical system that determine his or her unique adjustment to his environment. ആക്ച്വലി ഈ ട്രേറ്റ് എന്ന് പറയുമ്പോൾ, ട്രേറ്റ് തിയറീസ് എന്ന് പറയുമ്പം വാട്ട് ഈസ് എ ട്രേറ്റ് എന്താണെന്നുള്ളതാണ് ആദ്യമേ വരുന്നത്. ട്രേറ്റ് ഈസ് എ പ്രീഡിസ്പൊസിഷൻ ടു ആക്ട് ഇൻ ദ സെയിം വേ ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് സിറ്റുവേഷൻസ്. ആക്ച്വലി ട്രേറ്റ് മീൻസ്, നമ്മുടെ മലയാളത്തിൽ നമുക്കതിൻ്റെ ഒരു മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേറ്റ് മീൻസ് ഗുണം. ലോങ് ലാസ്റ്റിംഗ് പെർമനൻറ്റ് ക്വാളിറ്റീസിനെയാണ്, ലോങ് ലാസ്റ്റിംഗ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റീസ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ പെർമനൻ്റ് ആണ്, അതുപോലെ അത് കൺസിസ്റ്റൻ്റ് ആണ്. മിക്കവാറും സിമിലർ സിറ്റുവേഷൻസിലല്ല, വൈഡ് റേഞ്ച് ഓഫ് സിറ്റുവേഷൻസിലും സിമിലർ ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ട്രെയ്റ്റുകൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളുടെ ഇന്നർ ഡിസ്പൊസിഷൻസിനെയാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയ്റ്റ് എന്ന് പറയുന്നത്, ഓരോ ആളുകളിലും ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ ഇറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് അവർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ ആളുകളുടെയും ട്രെയ്റ്റ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ട്രെയ്റ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കീപ്പപ്പ് ചെയ്യുന്നത്. ഇനി ഈ ട്രെയ്റ്റ്സിൻ്റെ പ്രത്യേകത, ട്രെയ്റ്റ് ഈസ് എ പ്രീഡിസ്പൊസിഷൻ ടു ആക്ട് ഇൻ ദ സെയിം വേ ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് സിറ്റുവേഷൻ. ട്രെയ്റ്റ് ഉള്ളതുകൊണ്ടാണ് പല സിറ്റുവേഷനിലും ഒരേ രീതിയിൽ നമ്മൾ പെരുമാറുന്നത്. കാരണം ട്രെയ്റ്റ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ കോമൺ ട്രെയ്റ്റ്സും ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സും ഉണ്ട്. ഗോർഡൻ ആൾപോർട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കോമൺ ട്രെയ്റ്റ്സും ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സും ഉണ്ടെന്നാണ്. കോമൺ ട്രെയ്റ്റ്സ് ദാറ്റ് ഷെയർഡ് എമംഗ് വേരിയസ് ഇൻഡിവിജ്വൽസ്. കോമൺ ട്രെയ്റ്റ്സ് ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ ഇടയിൽ, അധികം ആളുകളുടെ ഇടയിൽ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് കോമൺ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ഇടയിലാണ്, മീൻസ് ഓരോ വ്യക്തിയിലും ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് എന്ന് പറയും. ഓരോ വ്യക്തികളിലും ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, അതാണ് ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ഈ കോമൺ ട്രെയ്റ്റ്സും ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സും എല്ലാം പേഴ്സണാലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആൾപോർട്ട് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സിലേക്കാണ് അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ട്രെയ്റ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ
ടു റിഫ്ലക്ട് ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓർ യുണീക്ക്നെസ് ഓഫ് ഹിസ് ഓർ ഹെർ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ യുണീക്ക്നെസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ മേജർ റോളും ട്രെയ്റ്റ്സ് ആണ് വഹിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സിലേക്ക് അദ്ദേഹം ഇൻഡെപ്തായിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് there are 3 types of individual traits. They are cardinal traits, central traits and secondary traits. It is also explained as dispositions in this text. Then cardinal disposition. A cardinal disposition, the term meaning cardinal, that means important. കാർഡിനൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇമ്പോർട്ടൻ്റ് എന്നാണ്. അപ്പോൾ കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ട്രെയ്റ്റ്. every individual possess a cardinal trait. That cardinal trait is the major quality of that person. Others highlighted that person in the name of that cardinal trait. നമ്മൾ പറയില്ല ഭയങ്കര ദേഷ്യക്കാരനാ, ഒരു പാവമാണ്. ആ പാവം എന്ന് പറയുന്നതാണ് അവൻ്റെ കാർഡിനൽ ട്രെയ്റ്റ്. ഭയങ്കര ദേഷ്യക്കാരനാണ്. ആ ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് അവൻ്റെ കാർഡിനൽ ട്രെയ്റ്റ്. അപ്പോൾ എന്തിനേയും ആ ഒരു രീതിയിലായിരിക്കും അയാൾ അപ്രോച്ച് ചെയ്യുന്നത്. അയാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നതാണ് ഈ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഈ കാർഡിനൽ ട്രെയ്റ്റ് എല്ലാ ബിഹേവിയറിലും ഡോമിനേറ്റ് ചെയ്ത് കിടക്കും. മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഇവനെ വ്യത്യസ്തനാക്കി നിർത്തുന്നതും ആ കാർഡിനൽ ട്രെയ്റ്റാണ്. അതുകൊണ്ടാണ് അതിനെ കാർഡിനൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിസ് നൈറ്റിംഗേൽ ഹൂസ് ആക്ഷൻസ് വെയർ ഡ്രിവൺ ബൈ കമ്പാഷൻ ഫോർ പീപ്പിൾ. അത് അവരുടെ ഒരു കാർഡിനൽ ട്രെയ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഓരോ വ്യക്തിയിലും ഓരോ കാർഡിനൽ ട്രെയ്റ്റ്സ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കാർഡിനൽ ട്രെയ്റ്റ്സ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ കാർഡിനൽ ട്രെയ്റ്റ്സ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്, എങ്ങനെയൊക്കെ ആകണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ കാർഡിനൽ ട്രെയ്റ്റ്സ് ആണ്. യെസ്, അപ്പോൾ കാർഡിനൽ ട്രെയ്റ്റ്സും സെൻട്രൽ ട്രെയ്റ്റ്സും സെക്കൻഡറി ട്രെയ്റ്റ്സും. കാർഡിനൽ ട്രെയ്റ്റ്സ് വ്യക്തിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന മേജർ ക്വാളിറ്റി ആയിട്ട് അതിനെ മാറ്റി നിർത്താം. വ്യക്തി തിരിച്ചറിയപ്പെടുന്നത് ആ ക്വാളിറ്റിയുടെ പേരിലാകാം. അങ്ങനെയുള്ള ക്വാളിറ്റീസാണ് കാർഡിനൽ ട്രെയ്റ്റ്സ് എന്നറിയപ്പെടുന്നത്. ദെൻ സെൻട്രൽ ഡിസ്പോസിഷൻസ് എന്ന് പറയുന്നത് these are not as dominant as cardinal disposition. കാർഡിനൽ ഡിസ്പോസിഷൻസ് പോലെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, അത്രയ്ക്ക് ഡോമിനൻ്റ് അല്ല ഇത്. പിന്നെ അതെന്താണ്, വ്യക്തികളുടെ പെരുമാറ്റത്തെ വളരെ കൃത്യമായി സ്വാധീനിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ട്രെയ്റ്റുകളെയാണ് സെൻട്രൽ ട്രെയ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ബിഹേവിയർ ഈ കാർഡിനൽ ഡിസ്പോസിഷൻസ് സെൻട്രൽ ഡിസ്പോസിഷൻസ് ഇൻഫ്ലുവൻസ് ദ പേഴ്സൺസ് ബിഹേവിയർ ഇൻ എ വെരി പ്രോമിനൻ്റ് വേ. വളരെ പ്രോമിനൻ്റ് ആയ രീതിയിൽ വ്യക്തികളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിസ്റ്റമാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പം 3, 4 ഒക്കെ ഓരോ ആളുകളിലും 3, 4, 5 ഒക്കെ ആയിട്ടുള്ള ട്രെയ്റ്റുകളാണ്. പക്ഷേ ഈ സെൻട്രൽ ട്രെയ്റ്റുകളും ഡോമിനൻ്റ് ട്രെയ്റ്റുകളും കൂടി ചേർന്നതാണ് വ്യക്തിത്വം. ഈ സെൻട്രൽ ട്രെയ്റ്റുകൾക്ക് വളരെ വ്യക്തമായ ഒരു സ്ട്രക്ചറുണ്ട്. ഈ സെൻട്രൽ ട്രെയ്റ്റ് വളരെ വലിയ ഒരു റോളുണ്ട് ഡിറ്റർമൈനിങ് ദ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വലിയൊരു റോള് ഒരു വലിയ റോള് ഈ സെൻട്രൽ ട്രെയ്റ്റ്സിന് ഉണ്ട്. Therefore, they are called the building blocks. Actually, personality കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ നെടുന്തൂണുകളായിട്ട് നിൽക്കുന്നതാണ് സെൻട്രൽ ട്രെയ്റ്റ്സ്. Yes, there are certain examples. That are central dispositions as punctuality, responsibility, attentiveness, honesty, loyalty. All these are come under the central traits. ഇതൊക്കെ സെൻട്രൽ ട്രെയ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പല ആളുകളിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ട്രെയ്റ്റ്സ് കാണാം, 5, 6, 7 ഒക്കെ ക്വാളിറ്റി ഓരോ ആളുകളിലും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റീസ് അവൻ്റെ പെരുമാറ്റത്തിൽ വളരെ വലിയ റോൾ വഹിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കാർഡിനൽ ട്രെയ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രെയ്റ്റാണ്. അത് ഒരു ട്രെയ്റ്റൊക്കെ കാണുള്ളൂ, ഒന്നല്ലെങ്കിൽ 2, പരമാവധി അത് കൂടുതൽ എണ്ണമൊന്നുമില്ല. മോസ്റ്റ് പ്രോബബ്ലി ഒരു സിംഗിൾ ട്രെയ്റ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ പേഴ്സണാലിറ്റിയിലും
ഉണ്ടാകും. അത്തരം ആണ് സെൻട്രൽ ഡിസ്പോസിഷൻസ്, അല്ലെങ്കിൽ അത്തരമാണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. അതേസമയം സെൻട്രൽ ഡിസ്പോസിഷൻ, സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് 4 5 ഒക്കെ കാണാം. അതും വളരെ വലിയ ഒരു റോൾ എവിടെ നൽകുന്നുണ്ട്, നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിൽ വലിയൊരു റോൾ അത് വഹിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡറി ഡിസ്പോസിഷൻ. These are not very consistent and are thus less relevant in reflecting the personality of the individual. ആക്ച്വലി സെക്കൻഡറി ഡിസ്പോസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ റോളൊന്നും, പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയ റോളൊന്നും അതിനില്ല. പക്ഷേ ഇതിന് വലിയ റോളില്ല എങ്കിലും ബിഹേവിയറിൽ ചെറിയ രീതിയിൽ വളരെ വീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ട്രെയ്റ്റുകളെയാണ് സെക്കൻഡറി ഡിസ്പോസിഷൻ, സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ വീക്കായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ടാണ് അതിനെ സെക്കൻഡറി ഡിസ്പോസിഷൻസ് എന്ന, സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്നൊക്കെ വിളിക്കുന്നത്. യെസ്. അപ്പം ഈ 3 തരം ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ്, ഇൻഡിവിജ്വൽ ഡിസ്പോസിഷൻസ് ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് ചേർന്നിട്ടാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത്. കോമൺ ട്രെയ്റ്റ്സ് വേറെയുണ്ട്, അതെല്ലാവരും തന്നെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന, ആളുകൾ കോമൺലി ഷെയർ ചെയ്യുന്ന ട്രെയ്റ്റ്സുകളാണ് കോമൺ ട്രെയ്റ്റ്സ്. ബട്ട് ഇൻഡിവിജ്വൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് കാർഡിനൽ ട്രെയ്റ്റ്സ്, സെൻട്രൽ ട്രെയ്റ്റ്സ്, സെക്കൻഡറി ട്രെയ്റ്റ്സ്, ഈ 3 ട്രെയ്റ്റുകളിലും ചേർന്നാണ് വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നത്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഈ 3 ട്രെയ്റ്റുകളും ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലും ഈ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് വേരി ചെയ്ത് കിടക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസും കാര്യമായിട്ട് ഉണ്ടാകും. The next theory, that is the Raymond Cattell's theory. According to Cattell, personality which permit us to predict what a person will do in a given situation. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ, ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പം ഓരോ വ്യക്തിയുടെയും ഒരു ഗിവൺ സിറ്റുവേഷനിൽ അവൻ എങ്ങനെ പെരുമാറാൻ പോകുന്നു, ആ പെരുമാറാൻ പോകുന്ന ആ സിസ്റ്റത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവൻ ഇന്നാണ് അവൻ്റെ വ്യക്തിത്വം എന്നറിഞ്ഞാൽ അവൻ ഈ രീതിയിലൊക്കെ പെരുമാറുമെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ പെരുമാറും എന്നുള്ളതിനെപ്പറ്റിയുള്ള കൃത്യമായ ഒരു ആശയം, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറും എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് തരുന്നതാണ് വ്യക്തിത്വം തരുന്ന ഒന്നിനെയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നതെന്നാണ് റൈമണ്ട് ബി കാറ്റൽ പറയുന്നത്. ദെൻ in line with his mathematical analysis of personality, prediction of behavior can be made by means of a specification equation. അതിന് അദ്ദേഹം ഒരു ഇക്വേഷനൊക്കെ കൊണ്ടുവന്നു, എങ്ങനെയായിരിക്കും ഒരാൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി. R = F × SP. According to this formula, the response of the person is R. F എന്ന് പറഞ്ഞാൽ ഫങ്ഷനാണ്. ദെൻ സ്റ്റിമുലസ് എന്ന് പറയുന്നതാണ് S. It is given moment of time and of the existing personality structure is P. അപ്പോൾ ദിസ് ഇക്വേഷൻ കൺവേസ്, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനാണ് അദ്ദേഹം ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തത്. ദിസ് ഇക്വേഷൻ കൺവേസ് കാറ്റൽസ് സ്ട്രോങ് ബിലീഫ് ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ആൻഡ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. മനുഷ്യൻ്റെ ബിഹേവിയർ, വ്യക്തിത്വം എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, അത് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിറ്റർമിൻഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ്. അപ്പോൾ ഇതിലെ ഈ കാറ്റലിൻ്റെ തിയറിയിൽ അദ്ദേഹം 2 തരത്തിലുള്ള ട്രെയ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം ട്രെയ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും എ ഡിഫൈൻഡ് ട്രെയ്റ്റ് ആസ് ദ ഇൻഡിവിജ്വൽസ് സ്റ്റേബിൾ ആൻഡ് പ്രഡിക്റ്റബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രെയ്റ്റ്സ് ആർ ദ സ്റ്റേബിൾ ആൻഡ് പ്രഡിക്റ്റബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ വളരെ സ്റ്റേബിളായിട്ടുള്ളതും എന്നാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് അദ്ദേഹം ട്രെയ്റ്റ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ കാറ്റൽ ഡിവൈഡഡ് ദീസ് ട്രെയ്റ്റ്സ് ഇൻറ്റു 2, ദാറ്റ് ആർ സർഫേസ് ട്രെയ്റ്റ്സ് ആൻഡ് സോഴ്സ് ട്രെയ്റ്റ്സ്, ഓർ സോഴ്സ് ട്രെയ്റ്റ്സ് ആൻഡ് സർഫേസ് ട്രെയ്റ്റ്സ്. ആക്ച്വലി സോഴ്സ് ട്രെയ്റ്റ്സ് ആണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. കാരണം സോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഉറവിടമാണ്. എവിടെ നിന്നാണോ ഇത് വരുന്നത് ആ സോഴ്സിൽ നിന്നുമാണ്, സോഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. സോഴ്സ് ട്രെയ്റ്റ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി വിച്ച് ഡിറ്റർമൈൻ ദ കൺസിസ്റ്റൻസീസ് ഓഫ് ഈച്ച് പേഴ്സൺസ് ബിഹേവിയർ ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. സോഴ്സ് ട്രെയ്റ്റ്സ് ആണ് ആക്ച്വലി ഒരു വ്യക്തി എന്താണെന്നും അവൻ്റെ
പെരുമാറ്റത്തിൻ്റെ പെർമനൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സോഴ്സ് ട്രേറ്റ്സ് ആണ്. അത് ദീർഘകാലം നിലനിൽക്കും, അല്ലെ, പ്രൊലോങ്ഡ് ടൈം നിലനിൽക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഇതിനുള്ളിൽ വരുന്നത്. അതാണ് സോഴ്സ് ട്രേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ സർഫേസ് ട്രേറ്റ്സ് ഉണ്ട്, ദാറ്റ് ആർ നോട്ട് കൺസിസ്റ്റൻറ്റ് ഓവർ ടൈം ആൻഡ് ഡു നോട്ട് ഹാവ് മച്ച് വാല്യൂ ഇൻ അക്കൗണ്ടിങ് ഫോർ ദ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഡു നോട്ട് ഹാവ് മച്ച് വാല്യൂ ഇൻ അക്കൗണ്ടിങ് ഫോർ ദ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തിൽ വലിയ റോള് കൊടുക്കാത്ത, അധികം ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ട്രേറ്റുകളെയാണ് സർഫേസ് ട്രേറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയല്ല, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, അധിക നാൾ നീണ്ടു നിൽക്കുകയൊന്നുമില്ല. ആ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ ഡെവലപ്പ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നതാകാം. അതുകൊണ്ടാണ് സർഫേസ് എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായ, വെറുതെ ഇങ്ങനെ പുറമേയുള്ള എന്നാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെ ഡീപ്പ് റൂട്ടഡ് ഒന്നുമല്ല. സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് സോഴ്സാണ്, ഡീപ്പ് റൂട്ടഡ് ആണ്. അങ്ങനെ ഈ ട്രേറ്റ് അപ്രോച്ചിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ട്രേറ്റ് അപ്രോച്ചിൽ 2 തിയറീസാണ് പ്രധാനമായിട്ട് നമ്മുടെ ശ്രീവാണി ഇവിടെ വയ്ക്കുന്നത്. അത് ആൾപോർട്ടിൻ്റെ തിയറിയും അതുപോലെ കേറ്റലിൻ്റെ തിയറിയുമാണ്. ഇതിനകത്ത് ട്രേറ്റ് അപ്രോച്ചിൽ പറയുന്ന ഇത്രേ ഉള്ളൂ, ഒരു ട്രേറ്റുകളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം. ട്രേറ്റുകൾക്ക് 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഗോർഡൻ ആൾപോർട്ട് 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്, കോമൺ ട്രേറ്റും ഇൻഡിവിജ്വൽ ട്രേറ്റ്സും. അതിൽ ഇൻഡിവിജ്വൽ ട്രേറ്റ്സിനെ വീണ്ടും 3 ആയിട്ട് തിരിക്കുന്നു, കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന 3 രീതിയിൽ തിരിക്കുന്നു. അതിൽ കാർഡിനൽ ട്രേറ്റ്സ് ആണ് വ്യക്തിയുടെ മേജർ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. സെൻട്രൽ ഡിസ്പോസിഷൻസ് ആർ ദ പില്ലേഴ്സ് ഓർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി. അത് 3, 4, 5, 6 ഒക്കെ ഓരോ വ്യക്തിയിൽ കാണും, അവൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ക്വാളിറ്റീസാണ്. അതേസമയം സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് കാര്യമായ ഒരു സ്വാധീനം ചെലുത്താത്ത, വീക്ക് ഇൻഫ്ലുവൻസ് ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന തരം ക്വാളിറ്റീസാണ്. ദെൻ അത് കഴിഞ്ഞാണ് റെയ്മണ്ട് ബി കേറ്റൽ വരുന്നത്. കേറ്റലിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. പ്രഡിക്റ്റബിൾ പാറ്റേൺസിനെയാണ് പേഴ്സണാലിറ്റി എന്ന് അദ്ദേഹം വിളിച്ചിരുന്നത്. ഒരു ഗിവൺ സിറ്റുവേഷനിൽ എങ്ങനെ ഒരു വ്യക്തി പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻസിനെയാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ദെൻ ട്രേറ്റ്സ് ആർ എ മേജർ പാർട്ട് ഓഫ് കേറ്റൽസ് തിയറി. അദ്ദേഹം പറയുന്നത് ട്രേറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ആൻഡ് പ്രഡിക്റ്റബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നാണ്. ഹി കാറ്റഗറൈസ് ദ ട്രേറ്റ്സ് ഇൻ ടു സോഴ്സ് ട്രേറ്റ്സ് ആൻഡ് സർഫേസ് ട്രേറ്റ്സ്. നമ്മളിതെല്ലാം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്ന് വായിച്ച് ടെക്സ്റ്റ് ഒന്ന് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ഒരു ഗൂഗിൾ മീറ്റ് വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.